ക്ഷേത്രത്തിന്റെ പണം ദേവന്റെ. സുപ്രീം കോടതി ഇന്ന് ചരിത്രപരമായ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ പറയാം. ദേവന്റെ പണം ദേവന്റേത് തന്നെ എന്ന ഈ വാചകം സുപ്രീം കോടതി തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. എന്താണ് സംഭവം? എന്താണ് കോടതി പറഞ്ഞത്? ഭാവിയിൽ ഈ ഒരു വിധി കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്? തിരുനെല്ലി ദേവസ്വത്തിന്റെ വരുമാനം അവർ പല സഹകരണ ബാങ്കുകളിലായി ഫിക്സഡ് ഡിപ്പോസിറ്റായി സൂക്ഷിച്ചിരുന്നു. പക്ഷേ പിന്നീട് ചില സഹകരണ ബാങ്കുകളിൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ ഡിപ്പോസിറ്റ് തിരിച്ചു നൽകാൻ വൈകി, അല്ലെങ്കിൽ അവർ വിസമ്മതിച്ചു. അവിടെയാണ് പ്രശ്നങ്ങളുടെ ആരംഭം. ഇതിനെതിരെ ദേവസ്വം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പണം ഉടൻ തന്നെ മടക്കി നൽകണമെന്ന് ബാങ്കിനോട് നിർദ്ദേശിച്ചു. കാശുണ്ടെങ്കിലല്ലേ തിരിച്ചു നൽകാൻ പറ്റൂ. അപ്പോൾ ചില ബാങ്കുകൾ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി. അങ്ങനെ 2025 ഡിസംബർ 5 സുപ്രീം കോടതി നിർണായകമായ ഒരു വിധി പ്രസ്താവിച്ചു. ക്ഷേത്രത്തിന്റെ പണം ദേവന്റേത്. ഈ പണം ബാങ്കുകളെ രക്ഷിക്കാൻ, അവരുടെ കടം തീർക്കാൻ, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഉപയോഗിക്കാൻ ആവില്ല എന്ന് പ്രസ്താവിച്ചു. കോടതി വിധിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഭക്തർ നൽകിയ സംഭാവനകൾ നവീകരണത്തിനും ക്ഷേത്ര സേവനത്തിനും അല്ലെങ്കിൽ ധാർമ്മികമായ പ്രവൃത്തിക്കും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന്. നിക്ഷേപം എടുത്ത ബാങ്കിന് സാമ്പത്തിക പ്രശ്നമുണ്ട് എന്ന കാരണത്താൽ ദേവന്റെ പണം പിടിച്ചു വെക്കാനുള്ള ഒരു അവകാശവും ഇല്ല. അങ്ങനെ സുപ്രീം കോടതി ഈ ബാങ്കുകളുടെ അപ്പീൽ തള്ളി. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ പണം മടക്കി നൽകണം എന്നുള്ള ഉത്തരവ് നിലനിൽക്കുകയും ചെയ്തു. നിങ്ങളിപ്പോൾ ചോദിക്കാം, ദൈവത്തിന് കാശിന്റെ ആവശ്യമുണ്ടോ? ശരിയാണ്, ദൈവത്തിന് കാശിന്റെ ആവശ്യമില്ല. പക്ഷേ ഓരോ ഭക്തരും കാണിക്കയായിട്ടും സംഭാവനയായിട്ടും നൽകുന്ന ഈ പൈസ വല്ലവൻ്റെയും കീശ വീർപ്പിക്കാൻ വേണ്ടി കൊടുക്കണോ, അതോ എന്തെങ്കിലും പുണ്യകാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.